നറുനണ്ടി സർബത്ത് ഉണ്ടാക്കാനായിട്ട് നറുനണ്ടിയുടെ വേര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 50 ഗ്രാം ഉണ്ട്. എല്ലാ അങ്ങാടിക്കടയിലും നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 50 ഗ്രാം നറുനണ്ടി വേര് ഇതിലിട്ട് ഉണ്ടാക്കിയാൽ നമുക്കൊരു 3/4 ലിറ്റർ സർബത്ത് ഉണ്ടാക്കാൻ പറ്റും. ഒരു 25 ഗ്ലാസ്സിന് മുകളിൽ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും പറ്റും. ഇനി ആദ്യം ഇതിൽ ഒരു വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 2 മണിക്കൂർ ഇതുപോലെ വെച്ചിരിക്കാം. നമുക്ക് അടച്ചു വെക്കാം 2 മണിക്കൂർ. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലുള്ള മണ്ണൊക്കെ കളയണം. ഇനി ഒരു 5-6 പ്രാവശ്യം നല്ലോണം വെള്ളം മാറ്റി നല്ലോണം ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് വേറെ ആയതുകൊണ്ട് തന്നെ കുറേ മണ്ണ് ഇതിൽ കാണും. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ കുറേ നല്ലോണം കഴുകിയെടുക്കുന്നത്. പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഇതിലുള്ള മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. വെള്ളം ഇട്ട് അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഒരു ബാച്ച് ചതച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ ബാക്കിയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. രണ്ടാമത്തെ നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. രണ്ടാമത്തെ ഒന്ന് ഞാൻ ചതച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിൽ കൂടരുത്, കാരണം വെള്ളം കൂടുന്തോറും നമുക്കിത് സിറപ്പാക്കി എടുക്കാൻ കുറച്ച് താമസം എടുക്കും. ഒരുപാട് നേരം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും ആ വെള്ളം മുഴുവൻ. അപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 24 മണിക്കൂർ നമ്മൾ അടച്ചു വെക്കാം. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് സിറപ്പ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഒരു വലിയ അരിപ്പയിൽ ഇട്ടൊഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല സിറപ്പ് നമുക്ക് കിട്ടും. ഇതിൻ്റെ നല്ലോണം എസൻസ്, നല്ല ഫ്ലേവർ ആയിരിക്കും ആ ഒരു വെള്ളത്തിന്. നല്ലോണം ഇത് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഹോളുള്ള ഒരു അരിപ്പയിലും കൂടി നമ്മളൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ തുണിയിലായാലും മതി. ഇതിൽ ചെറിയ ഒരു തരി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ മാറാനാണ് നമ്മൾ തീരെ ചെറിയ ഹോളുള്ള ഒരു സ്ട്രെയിനറിൽ കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. തുണിയിലായാലും നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഈ സിറപ്പിലോട്ട് നമ്മൾ 600 ഗ്രാം പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, നേരെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തീയിൽ വെച്ചിട്ട് ബാക്കിയും കൂടെ ഒന്ന് സിറപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു 6 നാരങ്ങയുടെ നീരും കൂടെ എടുത്ത് അടുത്ത് തന്നെ വെച്ചിരിക്കാം. ഇനി ഇതൊന്ന് മീഡിയം തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് അലിയണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലോണം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീര് ഒഴിക്കുന്നത് ഇത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂട് മാറി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് കട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലോണം തിളപ്പിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കൈ നനച്ച ശേഷം, അതായത് പച്ചവെള്ളത്തിൽ എന്തെങ്കിലും മുക്കിയ ശേഷം ഇതുപോലെ ഒറ്റ സ്ട്രിങ് ആയൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഒരു സ്ട്രിങ് ആയെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് സൂക്ഷിക്കാം. നന്നായി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സിറപ്പ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതുപോലെ തേൻ പോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. തണുത്ത ശേഷം സിറപ്പ് ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കാം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളവും സോഡയോ ഐസ് ക്യൂബും ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി പറഞ്ഞത് ജോന്തി ആൻറ്റിക്കും നന്ദി. താങ്ക് യു.